ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മുടെ ആനയടി വെള്ളച്ചാട്ടത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മുമ്പത്തെ പാട്ട് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഈ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ടെന്ന് എന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരൂ. വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പാട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലുള്ള ഒരു പോർഷനാണ് ഇത് എന്ന് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കുഴികളാണ്, അതായത് ഒരുപാട് കുഴികൾ ചേർന്നിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണിത്. അപ്പോൾ ഈ കുഴികളിൽ കൂടിയാണ് വെള്ളം ഒഴുകി നേരെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് വന്ന് ചാടുന്നത്. അപ്പോൾ ആ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലാത്തവർ ഒന്നുകൂടി പറയുന്നു, ജസ്റ്റ് ഒന്ന് ചാനലിൽ പോയിട്ട് ഒന്ന് കണ്ടു നോക്കിയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചുകൂടി രസമായിട്ട് തോന്നും. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായിട്ടുള്ളൊരു പോർഷനാണിത്. ഇതിൽ ഒരുപാട് കുഴികളുണ്ട്. അതായത് ഈ കുഴികളിലാണ് ആളുകൾ ഏറ്റവും കൂടുതൽ വന്ന് ചാടുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻസൊക്കെ ഏറ്റവും കൂടുതൽ വന്ന് ചാടുന്നതും ഇരിക്കുന്നതുമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. കാരണം ഈ കുഴികളിലൊക്കെ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ ഓരോരോ കുഴികളിലെ അടിയിലൂടെ മറ്റൊരു കുഴിയിലേക്ക് പോകാനുള്ളൊരു ഹോള് ഈ വെള്ളത്തിനടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ കുഴികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഒരു കുഴിയിൽ ചാടിക്കഴിഞ്ഞാൽ വെള്ളത്തിനടിയിൽ കൂടി തന്നെ മറ്റൊരു കുഴിയിലേക്ക് പോകാനുള്ള സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുള്ളതല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഉള്ളതാണത്. ജസ്റ്റ് നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ അത് കാണിച്ചു തരാം. ആ കുഴിയിലൂടെ മറ്റൊരു ഹോളിലേക്ക് ഇങ്ങനെ പോകുന്നു എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഈ കാണുന്നതാണ് അതിലെ കുഴികൾ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇറങ്ങി നിൽക്കുന്നത് ഒരു കുഴിയിലാണ്. ഗെയ്സ് ശരിക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു കുഴി, അതിൻ്റെ താഴെ മറ്റൊരു കുഴി, അതിൻ്റെ സൈഡിലായിട്ട് വേറൊരു കുഴി, അതിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ട് വേറൊരു കുഴി. ഒരു കുട്ടി ഇവിടെ നിന്ന് കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതും രണ്ട് കുഴികളാണ്, സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കുഴികളാണ്. അതിൻ്റെ അടിയിൽ കൂടി തന്നെ ഒരു ഹോളും ഉണ്ട്. ആ കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക് ഈസി ആയിട്ട് ആ ഹോൾ വഴി നമുക്ക് വെള്ളത്തിനടിയിലൂടെ തന്നെ പോകാനുള്ള സംവിധാനവും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു സ്പോട്ടാണ് ഇത് എന്ന് പറയുന്നത്. വെള്ളച്ചാട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്പോട്ടിൽ വന്ന് വെള്ളത്തിൽ ചാടാതെ ആരും തന്നെ ഇവിടെ നിന്ന് പോകാറില്ല എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം കഴിഞ്ഞിട്ട് മുണ്ടമുടി പോകുന്ന റൂട്ടിലെ ആനയടിക്കുത്ത് എന്ന് പറയുന്നൊരു സ്പോട്ടാണ് ഇത്. ആനചാടിക്കുത്ത് എന്നും എല്ലാവരും പറയാറുണ്ട്. അപ്പം ഇവിടെ എന്തായാലും ഈ വഴിക്ക് പോകുന്നവർ ഈ റൂട്ട് മിസ് ചെയ്യാതിരിക്കുക. കാരണം അതിമനോഹരമായൊരു പ്ലേസാണ്. ഇവിടെ വണ്ടി വരെ വരുന്ന സ്പേസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് വന്നിട്ട് ഈ പ്രദേശമൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാനായിട്ട് സാധിക്കും. സോ ഗൈസ്, അപ്പോൾ ആരും ഈ സ്ഥലം മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ കുഴികളാണ് ഈ കാണുന്നത്. സോ ഇതുവഴി വരുന്ന എല്ലാവരും തന്നെ ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് ഇവിടെ കുളിക്കാണ്ട് തന്നെ പോകാറില്ല. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാലും ജസ്റ്റ്, കാരണം ഞാനിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്, ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളൊരു വ്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ജസ്റ്റ് നമ്മളെന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു ഉയരത്തിലുള്ളൊരു സ്വിമ്മിംഗ് പൂൾ നിൽക്കുന്ന ആ ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളവിടെ ഇറങ്ങി നിന്നിട്ട് താഴത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂസ്, അവിടെ ആളുകളൊക്കെ നിൽക്കുന്നത് നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട്. ആ വ്യൂ ഇങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ നിന്ന് കഴിയുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ എല്ലാവരും വരുന്നവർ ജസ്റ്റ് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങുക. വെള്ളത്തിലേക്ക് ഇറങ്ങി ഇതൊക്കെ ഒന്ന് മാക്സിമം എൻജോയ് ചെയ്തിട്ട് പോവുക. കാരണം ഈ താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുത്തെയുള്ള വെള്ളം എങ്ങനെയുണ്ടെന്ന് അറിയാം, ഒട്ടും ആഴമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു വെള്ളച്ചാട്ടമാണ്. എന്നാൽ ഈ മുകളിൽ കാണുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ സാധിക്കത്തില്ല. കാരണം അത്യാവശ്യം ആഴമുള്ള ഒരു ഏരിയ തന്നെയാണിത്. അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട്, അതായത് നീന്താൻ അറിയാവുന്നവരൊക്കെ ഇറങ്ങുക, നീന്താൻ അറിയത്തില്ലാത്തവർ മാക്സിമം ഇറങ്ങാണ്ടിരിക്കുക. സോ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഇവിടെ വരുന്നവർ ഇതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഭയങ്കര ആഴമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇറങ്ങി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും.